ഹലോ എവരിവൺ. നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ അപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ചുകൂടെ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാനുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് അപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇതൊരു ഫ്ലെക്സിബിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതേപോലെ തന്നെ ഇതിന് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത്രയും പോപ്പുലർ ആവുന്നത് അത്രയും വേഴ്സറ്റൈൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് കൂടിയാണ്. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന ചില മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്, അതായത് പൈതൺ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസാണ് ടിം പ്ലെയർ, സി പ്ലേ എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മൾട്ടിമീഡിയ ലൈബ്രറീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജി സ്ട്രീമർ, പൈഗ്ലെറ്റ്, ക്യൂട്ടി, ഫോനോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് പൈതൺ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ 3D CAD അപ്ലിക്കേഷൻസ് ആണ്. CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എൻജിനീയറിംഗ് റിലേറ്റഡ് ആർക്കിടെക്ചറൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്തരം 3D റെപ്രസെൻറ്റേഷന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് പൈതണിനകത്ത് കുറച്ച് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഫണ്ടാങ്കോ, സ്കാം ബോക്സ്, ഹീക്ക് CNC, NECAD, RCAM എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. 3D റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ വരുന്നത് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ആണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്, അതേപോലെ ഒരു ഓർഗനൈസേഷനകത്ത് യൂസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് റിയൽ ടൈം ആപ്ലിക്കേഷൻസാണ് ഓപ്പൺ ERP, ട്രൈറ്റോൺ, പിക്കാലോ എക്സെട്ര. പിന്നെ ഇമേജ് പ്രോസസ്സിങ് ആപ്ലിക്കേഷനാണ്. പൈതണിനകത്ത് ഒരുപാട് ലൈബ്രറീസ് ഉണ്ട് ഇമേജൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ലൈബ്രറീസ് എല്ലാ മേഖലകളിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈബ്രറീസ് പൈതണിനകത്തുണ്ട് എന്ന് നമ്മളിപ്പോൾ ഇതുവരെ കണ്ട ആപ്ലിക്കേഷൻസും എക്സാമ്പിൾസൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ചില ലൈബ്രറീസാണ് ഓപ്പൺ CV, പില്ലോ, സിമ്പിൾ ITK എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? ഓഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻസും വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻസൊക്കെയാണ്. അതായത് പൈതൺ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയും. ഒരുപാട് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. ടിം പ്ലെയർ, സി പ്ലേ എക്സെട്ര. അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൾട്ടിമീഡിയ ലൈബ്രറീസാണ് ജി സ്ട്രീമർ, പൈഗ്ലെറ്റ്, ക്യൂട്ടി, ഫോനോൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ 3D CAD അപ്ലിക്കേഷൻസിനകത്തും പൈതൺ യൂസ് ചെയ്യാൻ കഴിയും. ഈ CAD എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. നമ്മുടെ എൻജിനീയറിംഗ് റിലേറ്റഡ് ആർക്കിടെക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസൈനാണ്. അപ്പോൾ നമ്മൾ പൈതൺ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം 3D റെപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ വരുന്നത് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനകത്തോ എൻ്റർപ്രൈസിനകത്തൊക്കെ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പൈതൺ യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കുറച്ച് റിയൽ ടൈം ആപ്ലിക്കേഷൻസാണ് ഓപ്പൺ ERPയും ട്രൈറ്റോണും പിക്കാലോ ഒക്കെ. പിന്നെ ഇമേജ് പ്രോസസ്സിങ് ആപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് പൈതൺ യൂസ് ചെയ്യാൻ കഴിയും. അതിന് പറ്റിയിട്ടുള്ള ലൈബ്രറീസൊക്കെ പൈതണിനകത്ത് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് ഇമേജസ് മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എവിടെ നിന്ന് തുടങ്ങുന്നത് നോക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. വെബ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. വൈഡായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻസ്, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്.
അത്തരം ആപ്ലിക്കേഷൻസിനകത്തും പൈതൺ പ്രോഗ്രാമിംഗ് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു. പിന്നെ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, ഇതൊരു ഓൾഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി അതിനകത്തും പൈതൺ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്തും വളരെ യൂസ്ഫുള്ളായിട്ട് കൊണ്ടുവരുന്ന ഒരു ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങിൽ ഒരു സപ്പോർട്ട് ലാംഗ്വേജ് ആയിട്ടും അതേപോലെ തന്നെ കൺട്രോൾ ബിൽഡ് ചെയ്യാനും മാനേജ്മെൻറ്റിനും ടെസ്റ്റിങ്ങിനൊക്കെ നമ്മൾ പൈതൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് മേഖലകളിലും നമുക്ക് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഒരു യുഗം തന്നെയാണ്. എല്ലാ ടാസ്കുകളും, മനുഷ്യൻ ചെയ്യുന്ന ടാസ്കുകളൊക്കെ മെഷീൻസ് പെർഫോം ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും മെഷീൻ ലേണിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര യൂസ്ഫുൾ ആവുന്നത് വെച്ചാൽ പൈതണിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് ലൈബ്രറീസും മാത്തമാറ്റിക്കൽ ലൈബ്രറീസും ഒക്കെ അവൈലബിൾ ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും മെഷീൻ ലേണിങ്ങിലൊക്കെ ഒരുപാട് കോംപ്ലക്സ് കാൽക്കുലേഷൻസ് മാത്തമാറ്റിക്കലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമ്മുടെ പൈതണിൻ്റെ ലൈബ്രറീസ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടത്താൻ കഴിയും. പിന്നെ വരുന്നത് ബിസിനസ് ആപ്ലിക്കേഷനാണ്. ബിസിനസ് ആപ്ലിക്കേഷനകത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കേലബിലിറ്റിയും റീഡബിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ കഴിയും. അതുകൊണ്ടും ബിസിനസ് ആപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിയോ വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻസാണ്. അതായത് മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് പൈതൺ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിനകത്തൊക്കെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസ് ആപ്ലിക്കേഷൻസിനകത്തും പൈതണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്, ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഇന്ന് റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനകത്തും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസിനകത്ത് പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സെക്ടേഴ്സിനകത്തും പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ ജനറൽ പർപ്പസ് നേച്ചർ, പിന്നെ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈബ്രറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. പിന്നെ അതിനകത്തുള്ള ഒരുപാട് ഫങ്ഷനാലിറ്റീസ്, എല്ലാം കൊണ്ടും പൈതൺ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജായി മാറി. ഇത്രയും ആപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജായി. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.